മൊഡ്യൂൾ 6 ലെക്ചർ 5. ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ആണ്. ഒരു പ്രോപ്പർട്ടിയുടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് ആണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. സെക്കൻഡ് മെത്തേഡ് ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. തേർഡ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. Fourth, valuation based on cost. Fifth, development method of valuation. And sixth, land and building development method of valuation. ഇതിനകത്ത് ഈ ലെക്ചറിൽ നമ്മൾ ഫസ്റ്റ് 3 മെത്തേഡ്സും ആ 3 മെത്തേഡ്സിൻ്റെ പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്കൊരു നെറ്റ് ആനുവൽ ഇൻകം കിട്ടും. നെറ്റ് ആനുവൽ ഇൻകം എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടി, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, എൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് എല്ലാ വർഷവും ഒരു 12,000 rupees സേവിങ്സ് കിട്ടും. ആ സേവിങ് എമൗണ്ട് ഇൻ ടു ഇയർ പർച്ചേസ്, അതാണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ആ കിട്ടുന്ന വാല്യൂ ആണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. നോക്കിക്കേ, വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. നെറ്റ് റെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന സേവിങ് എമൗണ്ട് ആണ്, ഇൻറ്റു YP ഇയർ പർച്ചേസ്. അപ്പോൾ ഈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത്. റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഇക്വേഷൻ ഓർക്കുക, വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. ഈ നെറ്റ് റെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ട് ആണ് നെറ്റ് റെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് റെന്റോ നെറ്റ് ഇൻകമോ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഗ്രോസ് റെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ ഞാൻ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹൗസ് വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ എനിക്ക് കുറച്ച് എമൗണ്ട് എന്ത് കിട്ടും, അവിടുന്ന് വാടകയായിട്ട് കിട്ടും. ആ വാടക കിട്ടുന്നതിനകത്ത് നിന്ന് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യണം, ആ ബിൽഡിങ്ങിൻ്റെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി കൊടുക്കണം. അതേ കണക്ക് തന്നെ ആ ബിൽഡിങ്ങിനകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് വന്നാൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള എമൗണ്ട് ആണ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ടോട്ടൽ കിട്ടുന്ന റെൻറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് ആ ബിൽഡിങ്ങിന് വേണ്ടി ചിലവാക്കി കഴിയുമ്പോൾ ബാക്കി സേവിങ് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ പറയുന്ന നെറ്റ് റെൻറ്റ്. അപ്പോൾ നെറ്റ് റെൻറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണിത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടിയുടെ വാല്യൂ തന്നെയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. നെറ്റ് റെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുന്ന സേവിങ് എമൗണ്ട് ഇൻറ്റു ഇയർ പർച്ചേസ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷനിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കുന്നതിന് നമ്മുടെ ഇക്വേഷൻ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. അപ്പോൾ നെറ്റ് റെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഗ്രോസ് റെന്റ്, ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടുന്നതിനകത്തുനിന്ന് ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് ആണ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ നെറ്റ് റെന്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, ദ ഗ്രോസ് റെന്റ് അക്വയറിംഗ് ടു എ പ്രോപ്പർട്ടി ഈസ് rupees 20,000 per annum. അപ്പോൾ ആ പ്രോപ്പർട്ടിക്ക് നമുക്ക് കിട്ടുന്ന ഗ്രോസ് റെന്റ് 20,000 per annum per year, allowing 10% as deduction for repairs. 10% as deduction for repairs. അപ്പോൾ ഔട്ട് ഗോയിങ്സ് എന്താണ്, 10% ആണ്. 10% as deduction for repairs. ഇതിൻ്റെ 10% ആണ് ഡിഡക്ഷൻസ് എടുക്കേണ്ടത്. Estimate the rental value of property at I is equal to 10%, assuming rent to be realized for a very long period. അപ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റെന്റൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഗ്രോസ് റെന്റ് 20,000 ആണ് ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയുമ്പോൾ 10%. അപ്പോൾ നമുക്ക് എന്ത് വന്നു, 20,000 മൈനസ് 10% ഓഫ് 20,000 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000 ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ നെറ്റ്
റെന്റ്. നെറ്റ് റെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? ഇയർ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇയർ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 10%. അപ്പോൾ ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇയർ പർച്ചേസ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ 1/i. അപ്പോൾ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്, and the value of the property is 1,80,000 rupees. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ 1,80,000 rupees. Now second question. A leasehold property is to produce a net annual income of rupees 12,000 for next 30 years. The owner expects a return of 8% on his capital and also set apart a sinking fund installment to accumulate 6% on annually to replace the capital. Determine the value of property. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? നെറ്റ് ആനുവൽ ഇൻകം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ഓണർ expect a return of 8% on capital and also set apart a sinking fund. അപ്പോൾ ക്യാപിറ്റലിന്റെ ഒരു പെർസെൻറ്റേജ് വാല്യൂയും തന്നിട്ടുണ്ട്. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇയർ പർച്ചേസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും വേണം, കോയിഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഐ പി പ്ലസ് വൈ പി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഐ പി പ്ലസ് ഐ സി ആണ് ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ. ഈ ഐ സിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ പവർ n മൈനസ് 1. അവിടെ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 6% ആണ്. 6% ആണ് നമുക്ക് എന്തിന്റെ? സിങ്കിങ് ഫണ്ടിന്റെ ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റ് 6% സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് ഐ സിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഐ പിയുടെയും ഐ സിയുടെയും വാല്യൂ ഇയർ പർച്ചേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. വൈ പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി കിട്ടാനായിട്ട് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. സോ value of the property 1,29,588 rupees. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, 2 ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വൈ പിക്ക് ഐ പി പ്ലസ് ഐ സി ഇക്വേഷൻ എടുക്കേണ്ടി വന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ക്യാപിറ്റലും കൊടുത്തിട്ടുണ്ട്, സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ക്യാപിറ്റൽ 0.08, പിന്നെ ഐ സി എന്ന് വെച്ചാൽ കോയിഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. കോയിഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിരുന്നു ഇത്. അതിനകത്ത് സിങ്കിങ് ഫണ്ടിന്റെ പെർസെൻറ്റേജ് വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ ആ പ്രോപ്പർട്ടി നമുക്കൊരു വാല്യൂ കിട്ടുമായിരുന്നു, ഒരു സേവിങ് എമൗണ്ട് കിട്ടുമായിരുന്നു. ആ സേവിങ്സ് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ടാണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷനിൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല. ആ പ്രോപ്പർട്ടി അവിടെ വെറുതെ കിടക്കുവാണ്. ആ വെറുതെ കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണോ അത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ പറയുന്നത്. അതാണ് ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ നെറ്റ് ഇൻകം ഒന്നുമില്ല. ആ കേസിൽ തൊട്ടടുത്ത പ്രോപ്പർട്ടിയുടെ വാല്യൂ വെച്ച് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ അസസ് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. എൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. Question: An owner has decided to sell his property with a 30-year-old single-story building having a total plinth area 110 square meter. The cost of the land is 30,000 as compared with the adjoining areas. There is no comparable instance of rendering value available in the locality, but the present plinth area rate
to construct such a new building has been determined from the current sale price, which is 550 per square meter. What would be the sale price of the property having a total life of 80 years and the rate of annual sinking fund interest is 5%? അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിങ്ങും ഉണ്ട്, ആ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിങ്ങും ഉണ്ട്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ലാൻഡിന്റെ വാല്യൂ എത്ര? 30,000 റുപ്പീസ് ആണെന്ന് തൊട്ടടുത്ത പ്രോപ്പർട്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ അവിടെ ഒരു 110 സ്ക്വയർ മീറ്റർ പ്ലിന്ത് ഏരിയ ഉള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ തൊട്ടടുത്ത ഡേറ്റാസ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ ഒരു അവൈലബിൾ ആയ ഡേറ്റ എന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് ടൈമിൽ ആ ഒരു പ്ലിന്ത് ഏരിയ റേറ്റ്, ഒരു ബിൽഡിങ്ങിന്റെ ഒരു എം സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് 550 റുപ്പീസ് 550 ആണ്. ആ ഒരു വാല്യൂ നമുക്കറിയാം. ഇത് വെച്ചിട്ട് നമുക്ക് ബിൽഡിങ്ങിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പ്രോപ്പർട്ടി ഉണ്ട്, പ്രോപ്പർട്ടിയിൽ നമുക്കൊരു ലാൻഡ് ഉണ്ട്, ലാൻഡിനകത്ത് ഒരു ബിൽഡിംഗ് നിൽക്കുന്നു. ലാൻഡിന്റെ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റിന് തന്നു 30,000 റുപ്പീസ്. ആ 30,000 റുപ്പീസ് നിയർ ബൈ ഏരിയയുടെ ലാൻഡിന്റെ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ബിൽഡിങ്ങിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡേറ്റാസ് ഒന്നും അവൈലബിൾ അല്ല. പകരം ഒരു വാല്യൂ ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത് പ്രസന്റ് ടൈമിൽ ഒരു എം സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് 550 സ്ക്വയർ മീറ്റർ ആണ്. ഇനി ക്വസ്റ്റിനകത്ത് 1-2 വാല്യൂസും കൂടി തന്നിരിക്കുന്നുണ്ട്. അത് ബിൽഡിങ്ങിന്റെ, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ടോട്ടൽ ലൈഫ് 80 ഇയേഴ്സ് ആണ്. ആനുവൽ സിങ്കിങ് ഫണ്ട് ഇൻട്രസ്റ്റ് 5% ആണ്. ഈ 2 വാല്യൂസും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എമൗണ്ട് ആണ് 110 സ്ക്വയർ മീറ്റർ ഉള്ള പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ എത്ര രൂപ വരും? 60,500 റുപ്പീസ് വരും. നമ്മുടെ കയ്യിലുള്ള ബിൽഡിംഗ് എന്താണ്? പഴയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഏരിയ 110. ഇപ്പോഴീ സെയിം മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സെയിം ഏരിയ ഉള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്താൽ 60,500 റുപ്പീസ് ചിലവാകും. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? 30 വർഷം മുന്നേ ആണ് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴുള്ള അതിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ, ഇപ്പോൾ എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ കുറഞ്ഞിരിക്കും. നമ്മുടെ ബിൽഡിംഗ് ബിൽഡിങ്ങിന് 30 വർഷം പഴക്കം ഉള്ളത് കൊണ്ട് എന്തായിരിക്കും? അതിൻ്റെ ഒരു ഡിപ്രീസിയേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ 3 മെത്തേഡ്സ് പഠിച്ചായിരുന്നു. ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, സെക്കൻഡ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്, തേർഡ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഒരു സിങ്കിങ് ഫണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. കണ്ടോ? സിങ്കിങ് ഫണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തേർഡ് മെത്തേഡ് യൂസ് ചെയ്യാം, സിങ്കിങ് ഫണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. സി എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിന്റെ ഒറിജിനൽ കോസ്റ്റ്. പിന്നെ എന്ത് വേണം? എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്. എക്സ് ഐ ഡിവൈഡഡ് ബൈ 1 + i ദ ഹോൾ പവർ n - 1. ഐ എന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് 5%. n എന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ ലൈഫ് എത്രയായിരുന്നു? 80 ഇയേഴ്സ് ആയിരുന്നു ബിൽഡിങ്ങിന്റെ ലൈഫ്. ഇതാണ്ട് 80 ഇയേഴ്സ് -1. ഇവിടെ y കാൽക്കുലേറ്റ് 1 + i ദ ഹോൾ പവർ n. ഈ n എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തുള്ള ഏജ് ആണ്, അത് 30 ഇയേഴ്സ്. ഐ സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ വൈയുടെ വാല്യൂം കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ഫോർ 30 ഇയേഴ്സ് 4019.62. അപ്പോൾ ഡിപ്രീസിയേറ്റഡ് എമൗണ്ട് ആണ് 4019.62. ഇനിയിപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ബിൽഡിങ്ങിന്റെ വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ബിൽഡിങ്ങിന്റെ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ബിൽഡിങ്ങിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പം ആ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 56,480.38 റുപ്പീസ് ആണ്. ഇനി സെയിൽ പ്രൈസ് ഓഫ് ദ പ്രോപ്പർട്ടി. സെയിൽ പ്രൈസ് ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? ലാൻഡിന്റെ വാല്യൂ വരും. ലാൻഡിന്റെ വാല്യൂ ആണ് 30,000.
ലാൻഡിനകത്തുള്ള ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആണ് 56,480. അപ്പോൾ സെയിൽ പ്രൈസ് ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ land value plus building in the value, and that is equal to rupees 86,480.38 rupees. Third method ആയിരുന്നു valuation based on profit. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു പ്രോഫിറ്റ് ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് പോലെ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് തന്നെ എന്ന് പറയാം. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിനിമ ഹാൾസ് പോലുള്ള ബിൽഡിങ്സിനായിരിക്കും. തിയേറ്റേഴ്സ്, സിനിമ ഹാൾസ്, ഓഡിറ്റോറിയംസ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെയുള്ള ബിൽഡിങ്സിൻ്റെയാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. വർക്ക് ഔട്ട് ദ വാല്യുവേഷൻ ഓഫ് എ സിനിമ ഹൗസ് വിത്ത് ഫോളോയിങ് ഡേറ്റ. കോസ്റ്റ് ഓഫ് ലാൻഡ് ഫോർ ദ ലൈഫ് ടൈം പീരീഡ് ഓഫ് ദ ഹൗസ് ₹1,20,000. ഇനി ഗ്രോസ് ഇൻകം പെർ ഇയർ $7,50,000. അപ്പോൾ ലാൻഡിൻ്റെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നതാണ്. ടോട്ടൽ റവന്യൂ ആണ് 7,50,000. ഈ 7,50,000 വരുന്ന എക്സ്പെൻസ് ആണ് അടുത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ്പെൻസ് വരുന്നത് ടു റൺ സിനിമ ഇൻക്ലൂഡിംഗ് സ്റ്റാഫ് സാലറി, ഇലക്ട്രിക്കൽ ചാർജസ്, മുനിസിപ്പൽ ടാക്സസ് ഇൻക്ലൂഡിംഗ് ലൈസൻസ് ഫീ എക്സെട്ര 30% ഓഫ് ഗ്രോസ് ഇൻകം. സെക്കൻഡ് പറയുന്നത് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മെഷീനറി ഫർണിച്ചേഴ്സ് at 5% of their capital cost of 9,50,000. അപ്പോൾ ഈ എമൗണ്ട് എവിടെ നിന്ന് എടുക്കണം? ഇതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ്, മെഷീനറിയുടെയും ഫർണിച്ചറിൻ്റെയും ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ 5% ആണ് അതിൻ്റെ റിപ്പയറിൻ്റെ കോസ്റ്റ്. തേർഡ് പറയുന്ന സിങ്കിങ് ഫണ്ട് ഫോർ മെഷീനറി. സിങ്കിങ് ഫണ്ട് ഫോർ മെഷീനറി ഹൂസ് ലൈഫ് ഈസ് 25 years at 4% after allowing 10% scrap value. എന്തായിരുന്നു സിങ്കിങ് ഫണ്ട്? നമ്മൾ എല്ലാ വർഷം കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും സച്ച് ദാറ്റ് ആഫ്റ്റർ അതിൻ്റെ ലൈഫ് പീരീഡ് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് റീഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സിങ്കിങ് ഫണ്ട് എന്തിൻ്റെയാണ്? മെഷീനറിയുടെയാണ്. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം 10,000 per year. ഫിഫ്ത്ത് വൺ, assume year purchase for 60 years at 8% redemption on capital at 4%. Year purchase നമുക്ക് രണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് 8% റിഡംഷൻ ഓൺ ക്യാപിറ്റൽ. അപ്പോൾ 8% റിഡംഷൻ ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്തത്? ക്യാപിറ്റലിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, IP ആണ്. പിന്നെ അറ്റ് ദ റേറ്റ് 4%. ഇതെന്തിൻ്റെ ആയിരിക്കും? അപ്പോൾ അത് സ്മോൾ ഐയുടെ വാല്യൂ ആയിരിക്കും. സ്മോൾ ഐയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 4% എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട്. സ്മോൾ ഐ. ഇവിടെ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? ഐയുടെ വാല്യൂ, ICയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. I_C യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ 6th പറയുന്ന ആനുവൽ റിപ്പയർ ഓഫ് ഹൗസ് അറ്റ് 2% ഓൺ ഗ്രോസ് ഇൻകം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സിനിമ ഹാളാണ്. ആ സിനിമ ഹാളിൻ്റെ ലാൻഡിൻ്റെ വാല്യൂ 1,20,000 ഉണ്ട്. ആ സിനിമ ഹാളിൽ നിന്ന് നമുക്ക് ഇയർലി കിട്ടുന്ന ഇൻകം ആണ് 7,50,000. ആ 7,50,000 എന്ത് ചെയ്യും? കുറേ എക്സ്പെൻസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഔട്ട് ഗോയിങ്സ് കൊടുത്തിരിക്കുന്ന എക്സ്പെൻസസ്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന സ്റ്റാഫിൻ്റെ സാലറി, ഇലക്ട്രിക്കൽ ചാർജസ്, അത് 30% ഓൺ ഗ്രോസ് ഇൻകം. സെക്കൻഡ് പറയുന്നത് റിപ്പയർ ഓഫ് മെഷീനറീസ്. ആ റിപ്പയർ ഓഫ് മെഷീനറീസ് കൊടുത്തിരിക്കുന്നത് 5% ഓഫ് ദെയർ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് 9,50,000. അപ്പോൾ മെഷീനറിയുടെ ടോട്ടൽ കോസ്റ്റ് ആണ് 9,50,000. മെഷീനറിയുടെ ടോട്ടൽ കോസ്റ്റ് ആണ് 9,50,000. അതിൻ്റെ 5% ആണ് എന്ത് ചെയ്യേണ്ടത്? റിപ്പയർ വർക്കിന് എടുക്കുന്നത്. തേർഡ് വൺ ആണ് ഈ മെഷീനറിയുടെ സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ആനുവൽ ഇയർ, ഓരോ വർഷവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് വാല്യൂ ആണ് 4%. പിന്നെ
ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ, മെഷീനറിയുടെ സ്ക്രാപ്പ് വാല്യൂ കൊടുത്തിട്ടുണ്ട് 10%. ലൈഫ് ഓഫ് മെഷീനറി കൊടുത്തിട്ടുണ്ട് 25 years. ഇനി ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ എല്ലാ വർഷവും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് 10,000 rupees. ഇനി ഇയർ പർച്ചേസ് ഫോർ 60 years at 8% റിഡംഷൻ ഓൺ ക്യാപിറ്റൽ ആൻഡ് അറ്റ് ദ റേറ്റ് 4%. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? YP is equal to year purchase is equal to 1 divided by IP plus IC എന്നുള്ള ഇക്വേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ എമൗണ്ടിന്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സിങ്കിങ് ഫണ്ടിന്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പറയുന്ന ആനുവൽ റിപ്പയർ ഓഫ് ദ ഹൗസ് 2% ഓഫ് ഗ്രോസ് ഇൻകം. പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഗ്രോസ് ഇൻകം എഴുതി 7,50,000. ഈ 7,50,000 എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് എക്സ്പെൻസ് വരും. അപ്പോൾ എക്സ്പെൻസസ് പെർ ഇയർ, ആ എക്സ്പെൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്ന എക്സ്പെൻസ് ആണ് ടു റൺ സിനിമ ഇൻക്ലൂഡിംഗ് സ്റ്റാഫ് സാലറി, ഇലക്ട്രിക്കൽ ചാർജസ്, മുനിസിപ്പൽ ടാക്സസ് ഇൻക്ലൂഡിംഗ് ലൈസൻസ് ഫീ എക്സെട്ര is 30% ഓഫ് ഗ്രോസ് ഇൻകം. അപ്പോൾ 30/100 into 7,50,000. അപ്പോൾ 2,25,000 നമുക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും. സ്റ്റാഫിന്റെ സാലറി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ ചാർജസിനൊക്കെ 2,25,000 നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഇത്രയും എമൗണ്ട്, ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഇത്രയും എമൗണ്ട് ചിലവാക്കണം. ഈ സെക്കൻഡ് പറയുന്നത് എന്തായിരുന്നു? ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഷീനറി, ഫർണിച്ചേഴ്സ് എക്സെട്ര 5% ഓഫ് ക്യാപിറ്റൽ ഓഫ് ₹9,50,000. അപ്പോൾ 5% നമുക്ക് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് മെഷീനറിയുടെ എമൗണ്ടിന്റെ 5% ആണ് ചെലവാക്കേണ്ടത്. ഗ്രോസ് ഇൻകത്തിൽ നല്ല ഗ്രോസ് ഇൻകത്തിന്റെ പെർസെൻറ്റേജ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 5% ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് മെഷീനറി. മെഷീനറിയുടെ കോസ്റ്റ് ആണ് 9,50,000. അതിന്റെ 5% ആണ് നമുക്ക് എന്ത് വരുന്നത്? അതിനകത്ത് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ₹47,500 മെയിൻ്റനൻസ് കോസ്റ്റ് ഓൺ മെഷീനറി. ഈ തേർഡ് വൺ എന്ത് വേണം? സിങ്കിങ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സിങ്കിങ് ഫണ്ട് എത്ര എമൗണ്ട് ആണ് നമ്മൾ ആനുവലി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ ഇതാണ്. I is equal to S into I divided by 1 plus I the whole power n minus 1. ഇനി ഇതിനകത്ത് S എന്ന് പറയുന്നത് എന്താണ്? സിങ്കിങ് ഫണ്ട് ആണ്. എത്ര എമൗണ്ട് ആണ് ടോട്ടൽ വരുന്ന സിങ്കിങ് ഫണ്ട് എമൗണ്ട്? I എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആനുവൽ സിങ്കിങ് ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ്. ഓരോ വർഷം നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? S എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട്, അവസാനം നമുക്ക് എത്ര എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്യണം, അതാണ് S. അപ്പോൾ ശരിക്കും നമുക്ക് എത്ര അക്യുമുലേറ്റ് ചെയ്യണ്ടേ? ബിൽഡിങ്ങിന്റെ നമ്മുടെ മെഷീനറിയുടെ കോസ്റ്റ് തന്നെയാണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എന്തുണ്ട്? ലൈഫ് കഴിയുമ്പോൾ മെഷീനറിക്ക് ഒരു സ്ക്രാപ്പ് വാല്യൂ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ സ്ക്രാപ്പ് വാല്യൂ എന്താണ്? 10% ഓഫ് മെഷീനറി കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അവസാനം സിങ്കിങ് ഫണ്ട് എത്ര കിട്ടിയാൽ മതി? 8,55,000 കിട്ടിയാൽ മതി. ബിക്കോസ് മെഷീനറിയുടെ 10% നമുക്കത് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വെക്കുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂന്ന് കിട്ടും. അവിടുന്ന് ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിച്ചു, എസിന്റെ വാല്യൂം ഐയുടെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് 20,530.23 rupees ആണ്. എന്തിനു വേണ്ടേ? സിങ്കിങ് ഫണ്ട്. ഓരോ വർഷവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിങ്കിങ് ഫണ്ട് എമൗണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഇൻഷുറൻസ് പ്രീമിയം ആണ്. ഇൻഷുറൻസ് പ്രീമിയം പെർസെൻറ്റേജ് അല്ല, ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട് ₹10,000. ഇനി കൊടുത്തിരിക്കുന്നതാണ് ആനുവൽ റിപ്പയർ ഓഫ് ദ ഹൗസ് അറ്റ് 2% ഓൺ ഗ്രോസ് ഇൻകം. അപ്പോൾ 2/100 ഇൻറ്റു ഗ്രോസ് ഇൻകം. അപ്പോൾ ₹15,000 ആണ് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വാല്യൂ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഔട്ട് ഗോയിങ്സ് കിട്ടുന്നത്. ദിസ് വൺ, ഇത് ഈ വാല്യൂ, സിങ്കിങ് ഫണ്ടിന്റെ വാല്യൂ, ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ വാല്യൂ, ആനുവൽ റിപ്പയേഴ്സ്, ഈ എമൗണ്ട് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ്. നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് വരുന്ന ഔട്ട് ഗോയിങ്സ്. ഇതായിരുന്നു ഗ്രോസ് ഇൻകം 7,50,000. ഔട്ട് ഗോയിങ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയതാണ് ഈ വാല്യൂ 31,000, 3,18,030. നമ്മുടെ ടോട്ടൽ ഗ്രോസ് ഇൻകം 7,50,000. നമുക്ക് ഓരോ വർഷവും ആ സിനിമ ഹാളിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് ഗ്രോസ് ഇൻകം. ആ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് എത്ര രൂപ ചിലവുണ്ട്? 3,18,030.23 rupees നമുക്ക് അവിടെ എന്തുണ്ട്? എക്സ്പെൻസ് ഉണ്ട്, ഔട്ട് ഗോയിങ്സ് ഉണ്ട്.
അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എമൗണ്ട് ആണ് 4,31,969.77 rupees. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എമൗണ്ട്. ഈ പ്രോഫിറ്റ് എമൗണ്ട് എങ്ങനെ കിട്ടിയേ? നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഔട്ട് ഗോയിങ്സ് സബ്സ്ട്രാക്ട് ചെയ്തു. ഔട്ട് ഗോയിങ്സ് ഓരോ പെർസെൻറ്റേജ് വാല്യൂ ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടേ? പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. ഇനി ഇയർ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 2 പെർസെൻറ്റേജ് വാല്യൂ ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പെർസെൻറ്റേജ് വാല്യൂ സിങ്കിങ് ഫണ്ടിൻ്റെയുമാണ്, ഒരു പെർസെൻറ്റേജ് വാല്യൂ ക്യാപിറ്റലിൻ്റെയുമാണ്. അപ്പോൾ ഇയർ പർച്ചേസിൻ്റെ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ IP പ്ലസ് IC. 8% റിഡംഷൻ ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ IP വാല്യൂ ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ ഡെസിമൽ 8%. അപ്പോൾ 0.08. The coefficient of sinking fund കണ്ടുപിടിക്കാൻ I divided by 1 plus I the whole power n minus 1. Sinking fund I എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ സിങ്കിങ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സ്മോൾ I. അത് 4% ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി IPയുടെയും ICയുടെയും വാല്യൂ ഇയർ പർച്ചേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11.88 എന്ന വാല്യൂ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടേ? വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിൽഡിങ്ങിന്റെ വാല്യൂ കിട്ടി. നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. ഇനി നമുക്ക് ബിൽഡിംഗ് മാത്രമാണോ ഉള്ളത്? ആ ബിൽഡിംഗ് നിൽക്കുന്ന ലാൻഡും ഉണ്ട്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാൻഡിന്റെ വാല്യൂ പ്ലസ് ബിൽഡിങ്ങിന്റെ വാല്യൂ. അപ്പോൾ ടോട്ടൽ വാല്യൂവേഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ബിൽഡിങ്ങിന്റെ വാല്യൂ പ്ലസ് ലാൻഡിന്റെ വാല്യൂ 1,20,000 ക്വസ്റ്റനിൽ ഗിവൺ ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ rupees 52,51,800.87 ആണ് നമ്മുടെ ടോട്ടൽ വാല്യുവേഷൻ ലാൻഡ് പ്ലസ് സിനിമ ഹാളിൻ്റെത്. അപ്പോൾ ഇങ്ങനെയാണ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.